വെൽക്കം. തായ്മനാണ്. സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്ലീപ്പ് മാത്രമാണ്, ഉറക്കം എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡ്രഗ്സിനെ ആദ്യം ഒന്ന് ക്ലാസിഫൈ ചെയ്യും. ഒരു മേജർ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുക. ദെൻ വി വിൽ സ്വിച്ച് ടു ബാർബിറ്റുറേറ്റ്സിനെ കുറിച്ച് പറയും. ബാർബിറ്റുറേറ്റ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ച്. സോ അതിനു മുമ്പ് ആദ്യം എന്താണ് സെഡേറ്റീവ്സ് എന്ന് പറയാം. സെഡേറ്റീവ്സ് ആർ ദ ഡ്രഗ്സ് വിച്ച് കാംസ് ഡൗൺ. സോ സെഡേറ്റീവ്സ് ആർ ഡ്രഗ്സ് വിച്ച് calms down our ബ്രെയിനിനെ കാം ഡൗൺ ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ സെഡേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഹിപ്നോട്ടിക്സ് ആർ ദ ഡ്രഗ്സ് വിച്ച് കോസസ് സ്ലീപ്പ്. സോ ഉറക്കം ഉണ്ടാക്കുന്നത് ഹിപ്നോട്ടിക്സ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. സെഡേറ്റീവ് ജസ്റ്റ് കാംസ് ഡൗൺ അവർ ബ്രെയിൻ മാത്രം. ബട്ട് ഇൻ ഹൈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് സെഡേറ്റീവ്സ് ബിക്കം ഹിപ്നോട്ടിക്സ് ആയിട്ട് മാറും. ആൻഡ് ഹിപ്നോട്ടിക്സ് ഓൺ ലോ ഡോസ് ദേ ക്യാൻ ബിക്കം സെഡേറ്റീവ്സ് ആയിട്ട് മാറാം. സോ ഇറ്റ്സ് ദ ഡോസ് വിച്ച് is important. ഡോസ് ആണ് പ്രധാനം. ബട്ട് ഇൻ ഹയർ ഡോസസ് ഹിപ്നോട്ടിക്സ് വെരി ഹൈ ഡോസസിലോ ചിലത് കുറച്ചും കൂടി കൂടുതൽ കൊടുത്താലോ ഹിപ്നോട്ടിക്സ് ബിക്കം അനസ്തെറ്റിക്സ് ആയിട്ട് മാറും. അനസ്തീഷ്യ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ കൂടിയാണ് ദിസ് ഹിപ്നോട്ട്. ആൻഡ് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് കോമ ആൻഡ് ഫൈനലി ടു ഡെത്തിലേക്ക് വരെ നയിക്കാവുന്ന മരുന്നുകളാണ് ദിസ് ഹിപ്നോട്ടിക്സ് വെൻ ഇൻ ഹയർ. സോ ഡോസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവ തമ്മിലെ പ്രധാനപ്പെട്ട വ്യത്യാസം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് DRC വരച്ചാൽ മതി. താഴത്ത് ഇവിടെ ഡോസ് എഴുതുക. ദെൻ നമുക്കിവിടെ അടുത്ത എഫക്ട് പ്രൊഡ്യൂസ് നമുക്കിവിടെ കാംനെസ്, ദെൻ സ്ലീപ്പ്, ഓക്കെ, ദെൻ റെസ്പിറേറ്ററി ഡിപ്രഷൻ, ദെൻ ഇവിടെ അനസ്തെറ്റിക്, റെസ്പിറേറ്ററി ഡിപ്രഷൻ, കോമ, ഡെത്ത് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ സോ ഇത് നമ്മൾ ഹിപ്നോട്ടിക് ആണ്. ഹിപ്നോട്ടിക് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക, ഹിപ്നോട്ടിക്. ആൻഡ് സെഡേറ്റീവ്സ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. ഓക്കെ, സോ ഹിപ്നോട്ടിക്സ്, ദിസ് ഇസ് ഹിപ്നോട്ടിക്സിന്റെ ദിസ് DRC സ്റ്റീപ്പ് കർവ് ആണ്. സ്റ്റീപ്പ് കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. സ്റ്റീപ്പ് DRC ആയിരിക്കും നമുക്ക് കിട്ടുക. വൈൽ സെഡേറ്റീവ്സ് ആർ റാദർ ഫ്ലാറ്റ് DRC ആണ് ആർക്ക് സെഡേറ്റീവ്സിന് കിട്ടുക. സോ ഇതാണ് ഡോസ് ലെവലിൽ പറയാനുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പൊ ഇനി നമുക്ക് വാട്ട് ആർ ദ ഡ്രഗ്സ്, മരുന്നുകൾ ഏതെല്ലാമാണ് സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബാർബിറ്റുറേറ്റ്സ് ആണ്. സോ ബാർബിറ്റുറേറ്റ്സ്, ഈ വീഡിയോയിൽ നമ്മൾ ബാർബിറ്റുറേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തത് ബെൻസോഡയസെപ്പിൻസ് ആണ്. ബെൻസോഡയസെപ്പിൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. മൂന്നാമത്തത് നമുക്ക് Z ഡ്രഗ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അവയെ Z കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എറ്റിപ്പിക്കൽ ബെൻസോഡയസെപ്പിൻസിനെ നമ്മൾ BZD എന്നാണ് എഴുതുക. ദെൻ നാലാമത്തെ ഗ്രൂപ്പ് ഈസ് മെലാറ്റോണിൻ ആണ്. MELME ആണ്. മെലാറ്റോണിൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ റിലേറ്റഡ് ഡ്രഗ്സ് കൂടി പറയും. മെലാറ്റോണിൻ ആക്ട് ചെയ്യുന്ന MT1 ആൻഡ് MT2 റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത ഒരു ഗ്രൂപ്പ് പറയാൻ നമുക്കുള്ളത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ഈസ് ഓൾസോ എ സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്. അത് ഈ പറയുന്ന മിക്കവാറും ഇതെല്ലാം ഗാബ A റിസപ്റ്റർ പ്രത്യേകം. ആൻഡ് ആൽക്കഹോളിനൊക്കെ മൾട്ടിപ്പിൾ റിസപ്റ്റർ ആക്ഷൻ ഉണ്ട്. ദെൻ ആറാമത്തെ ഒരു ഭാഗം സെഡേറ്റീവ് ആയിട്ടുള്ളത് ഓപ്പിയോയിഡ്സ് ആണ്. ഓപ്പിയോയിഡ് ഇത് ആക്ട് ചെയ്യുന്നത് മ്യൂ, ഡെൽറ്റ, കപ്പ പോലെയുള്ള റിസപ്റ്ററിലാണ്. ഓക്കെ, സോ ഇത് മൂന്നും ഗാബ A റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുക. സോ ദീസ് ആർ ദ ഡ്രഗ് ഗ്രൂപ്പ്. ഈ ഡ്രഗ് ഗ്രൂപ്പിലെ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് കാണാം. സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ബാർബിറ്റുറേറ്റ്സ്. അപ്പൊ നമുക്ക് ബാർബിറ്റുറേറ്റ്സിനെ പറ്റി പറയാം. ബാർബിറ്റുറേറ്റ്സ് ഒരു ഒറ്റ സിംഗിൾ റിംഗ് ഉള്ള ഒരു ഡ്രഗ് ഗ്രൂപ്പാണ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയാം. ആ റിംഗിന്റെ പേര് ബാർബിറ്റൂറിക് ആസിഡ് ആണ്. ഈ ബാർബിറ്റൂറിക് ആസിഡ് കിട്ടുന്നത് യൂറിയയുടെ കൂടെ മെലോണിക് ആസിഡും കൂടി ചേർത്താൽ നമുക്ക് കിട്ടുന്നതാണ് ബാർബിറ്റൂറിക് ആസിഡ് എന്ന് പറയും. സോ ദീസ് ആർ ആസിഡ്സ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സോ ആസിഡിക് ആണെന്ന് നമ്മൾ പറയുമ്പോൾ ആസിഡ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. സോ ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. സോ വി ക്യാൻ ക്ലാസിഫൈ ദീസ് ബാർബിറ്റുറേറ്റ്സ്. ഒന്ന് ലോങ് ആക്ടിംഗ് ആണ്. ലോങ് ആക്ടിംഗ്, ദീർഘനേരം പ്രവർത്തിക്കുക. ദീർഘനേരം എന്ന് വെച്ചാൽ 6 മുതൽ 12 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ ഈ ദീർഘനേരം എന്ന് നമ്മൾ പറയുക. ഓക്കെ, 2 മരുന്നുകൾ നമുക്ക് പഠിക്കണം. ഒന്ന് മെഫോ ആണ്, മെഫോബാർബിറ്റോൺ ആണ്. രണ്ടാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്പർ 1 ബാർബിറ്റുറേറ്റ്സ്, ഫിനോബാർബിറ്റോൺ. എല്ലാം ഫിനോബാർബിറ്റോൺ സോഡിയം, മെഫോബാർബിറ്റോൺ സോഡിയം എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ഫിനോബാർബിറ്റോൺ, മെഫോബാർബിറ്റോൺ. രണ്ടാമത്തത് അത്രയും നേരം ആക്ട് ചെയ്യുന്നില്ലെങ്കിലും കുറച്ചും കൂടി കുറവാണ്, ഇന്റർമീഡിയേറ്റ് ആക്ടിംഗ് ആണ്. ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് എന്ന് വെച്ചാൽ ഒരു 3 മുതൽ 6 മണിക്കൂർ വരെ പ്രവർത്തിക്കും. രണ്ടെണ്ണമാണ്. A വെച്ചിട്ട് അമോബാർബിറ്റോൺ ഉണ്ട്, B വെച്ചിട്ട് ബ്യൂട്ടോബാർബിറ്റോൺ. അമോ ആൻഡ് ബ്യൂട്ടോബാർബിറ്റോൺ എന്ന് നമ്മൾ ഓർത്തിരിക്കുക. മൂന്നാമത്തത് അത്രയും നേരമില്ല, ലെസ് ദാൻ 3 hours, 3 മണിക്കൂറിൽ താഴെ പ്രവർത്തിക്കുന്ന. അപ്പൊ നമുക്കതിനെ ഷോർട്ട് ആക്ടിംഗ് എന്ന് വിളിക്കും. ഷോർട്ട് ആക്ടിംഗ് ഓർക്കാനും സുഖമാണ്. ഹെക്സോ, പെൻറ്റോ ആൻഡ് സി. സോ 5, 6, 5, 7 ആദ്യം ഞാൻ പെൻറ്റോ എഴുതിയായിരുന്നെങ്കിൽ സുഖമായിരുന്നു. ബാർബിറ്റോൺ
പിറിമിഡോൺ, എല്ലാത്തിൻ്റെയും കൂടെ ബാർബിറ്റാൽ എന്ന് നിർത്താൽ മതി, ബാർബിറ്റാൽ. ദെൻ നാലാമത്തത് നമുക്ക് പറയാനുള്ളത് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആണ്. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് വളരെ കുറച്ച് നേരം ഉള്ളൂ. അത് എത്ര നേരം എന്ന് ചോദിച്ചാൽ ഒരു 15 മിനിറ്റ്സ് ആണ് ടു 30 മിനിറ്റ് വരെയൊക്കെ പ്രവർത്തിക്കുന്ന മരുന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കുക തയോപെൻറ്റോൺ സോഡിയം. തയോപെൻറ്റോൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ തയോപെൻറ്റാൽ എന്നും വിളിക്കും. തയോപെൻറ്റോൺ സോഡിയം എന്നാണ് കൃത്യം പേര്. ഒരെണ്ണം കൂടി ഓർത്തിരിക്കുക മെത്തോഹെക്സിറ്റോൺ സോഡിയം. ഇനി ഒരു മരുന്ന് കൂടി ഇതിന്റെ ഗ്രൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. അത് പ്രിമിഡോൺ എന്ന് പറയുന്ന മരുന്നാണ്. പ്രിമിഡോൺ ആക്ച്വലി ഇസ് എ പ്രോഡ്രഗ് ആണ് സംഭവം. ഇത് ശരീരത്തിലെത്തി, പ്രോഡ്രഗ് എന്ന് വെച്ചാൽ ശരീരത്തിലെത്തി ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് വെച്ചാൽ ഫിനോബാർബിറ്റോൺ. സോ ദിസ് ഡ്രഗ് കൺവേർട്ടഡ് ടു ഫിനോബാർബിറ്റോൺ. സോ പിറിമിഡോണിനെയും നമുക്ക് ബാർബിറ്റുറേറ്റ് ആയിട്ട് പഠിച്ചു. ഇത്ര മരുന്നുകളാണ് ബാർബിറ്റുറേറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം ഈ മരുന്നുകളുടെ കൈനറ്റിക്സ്, ഫാർമക്കോകൈനറ്റിക്സ് ഒന്ന് പറയാം. കൈനറ്റിക്സിൽ ഫിനോബാർബിറ്റോൺ നമുക്ക് ഓറൽ ഗുളികയായിട്ടും അവൈലബിൾ ആണ്, ഇൻജെക്റ്റബിൾ ഫോമിലും അവൈലബിൾ ആണ്. മെത്തോഹെക്സിറ്റോണും അവൈലബിൾ ആണ്. ബട്ട് ഷോർട്ട് ആക്ടിംഗ് ഓർ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ഓൺലി ആസ് ഇൻജെക്റ്റബിൾ ആണ്. ഷോർട്ട് ആക്ടിങ്ങും ഇൻജെക്റ്റബിൾ ആണ്. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് മരുന്നുകളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റീഡിസ്ട്രിബ്യൂഷൻ അണ്ടർഗോ ചെയ്യും എന്നുള്ളതാണ്. റീഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഈ റീഡിസ്ട്രിബ്യൂഷൻ? മരുന്ന് നമ്മൾ കുത്തിവയ്ക്കുകയാണ്. മരുന്ന് കുത്തിവയ്ക്കുമ്പോഴത്തേക്കും ആദ്യം ബ്ലഡിലെത്തും. ബ്ലഡിൽ നിന്ന് പിന്നീട് പോവുക ഏറ്റവും കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഭാഗമാണ്. വൺ ഈസ് ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്ട് കിട്ടും. 3 to 5 മിനിറ്റ്സിനകം നമുക്ക് ഫലം കിട്ടും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബിക്കോസ് ദിസ് ഈസ് ഹൈലി ലിപ്പിഡ് സോലുബിൾ ആണ് ഈ മരുന്നുകൾ. കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ലിപ്പിഡ് ഉള്ള ഭാഗങ്ങളിലേക്ക് പോയി അടിഞ്ഞുകൂടും. ദാറ്റ് മീൻസ് ബ്രെയിനിൽ നിന്ന് ബ്ലഡിലൂടെ പോയി മറ്റ് ഭാഗങ്ങളിൽ ലിപ്പിഡ്സ് ഉള്ള ഭാഗങ്ങളിൽ പോയി അടിഞ്ഞുകൂടുമ്പോൾ ഡ്രഗിന്റെ എഫക്ട് ക്വിക്ലി വാനിഷസ്. സോ പെട്ടെന്ന് തന്നെ ഇവിടെ എഫക്ട് വേഗം കുറയും. സോ അതുകൊണ്ടാണ് ഈ ഡ്രഗുകളെ നമ്മൾ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് എന്ന് വിളിക്കുക. സോ തയോപെൻറ്റോൺ സോഡിയം ഈസ് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി ലിപ്പിഡ് സോലുബിൾ ഡ്രഗ് ആണ്. ആൻഡ് ദിസ് അണ്ടർഗോസ് റീഡിസ്ട്രിബ്യൂഷൻ ഫിനോമിന. ലോങ് ആക്ടിംഗ് ഫിനോബാർബിറ്റോൺ ഒക്കെ ഇറ്റ് ഈസ് ബ്ലഡിലൂടെ പോകുമ്പോൾ ഇത് പ്ലാസ്മ ആണെന്ന് വിചാരിക്കുക. പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആയിട്ട് അവിടെ നടക്കും. സോ ഇറ്റ് ഈസ് ദർ ഇൻ ദ ബ്ലഡ് ഫോർ എ ലോങ് ടൈം. ഇറ്റ് ഡസൻറ്റ് അണ്ടർഗോ റീഡിസ്ട്രിബ്യൂഷൻ. സോ ഇത് ബ്ലഡിൽ ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ലോങ് ആക്ടിംഗ്. ഇനി ഈ മരുന്നുകളുടെ മിക്കവാറും 75% മെറ്റബോളിസം ലിവറിൽ നടക്കും. പക്ഷേ 25% or 1/4 ഈസ് എക്സ്ക്രീറ്റഡ് അൺചേഞ്ച്ഡ് ഇൻ യൂറിനിലൂടെ പുറത്തേക്ക്. 75% ലിവറിൽ മെറ്റബോളിസം നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ലിവറിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉള്ളത് ദീസ് ഡ്രഗ്സ് ആർ CYP450 എന്ന് പറയുന്ന മെറ്റബോളൈസിംഗ് എൻസൈംസിന്റെ ഇൻഡ്യൂസർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ്. സോ ബാർബിറ്റുറേറ്റ്സ് ആർ എൻസൈം ഇൻഡ്യൂസേഴ്സ് വിഭാഗത്തിൽ വരും. വേറൊരു എൻസൈമിനെ കൂടി CYP450 അല്ലാതെ ഒരു എൻസൈമിനെ കൂടി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് UDP, ഗ്ലൂക്രോണൈൽ ട്രാൻസ്ഫറേസസ് എന്നാണ്. ഇത് ഫേസ് 2 വരുന്നതാണ്. ഫേസ് 2 നടക്കുന്ന ഗ്ലൂക്രോണിഡേഷൻ നടത്തുന്ന ഒരു എൻസൈമാണ്. സോ ഇതിനെയും വർദ്ധിപ്പിക്കും, രണ്ടാമത് ഇതിനെയും വർദ്ധിപ്പിക്കും. സോ അതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് ദിസ് ക്യാൻ കോസ് ഡ്രഗ് ഇന്ററാക്ഷൻസ് ധാരാളമായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മരുന്നാണ്. പല മരുന്നുകളുടെയും ഗുണം കുറയ്ക്കും. മാത്രമല്ല സ്വന്തം മരുന്നിന്റെ തന്നെ ഗുണം കുറയ്ക്കും. ബിക്കോസ് ഇറ്റ് വിൽ ബി മെറ്റബോളൈസ് മോർ. സോ ടോളറൻസ് വിൽ ഡെവലപ്പ്. പെട്ടെന്ന് ടോളറൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടി ഉണ്ട് ഈ മരുന്ന്. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, അത് ഞാൻ പുറകെ പറയാം. ബാർബിറ്റുറേറ്റ്സ് എല്ലാം തന്നെ അടുത്ത കാര്യം ദീസ് ഹാവ് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ ഒരു ബ്രിമ്മിലാണെന്ന്. സോ അതുകൊണ്ട് തന്നെ ഹൈലി ടോക്സിക് ഡ്രഗ് ആണ്. ലോ സേഫ്റ്റി ഓഫ് മാർജിൻ കുറവാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു മോണിറ്റർ, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് വേണ്ടി വരുന്ന മരുന്ന് കൂടിയാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് പറയാനുള്ളത് ദീസ് ഡ്രഗ്സ് ഹൈ അബ്യൂസ് പൊട്ടൻഷ്യൽ ഉള്ള മരുന്ന് കൂടിയാണ് ദീസ് ഗ്രൂപ്പ്സ്. അതുകൊണ്ട് തന്നെ അഡിക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മരുന്നുകളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. ദെൻ മൂന്നാമത്തത് ഹൈ ഡോസിൽ ദീസ് ഡ്രഗ്സ് ആർ ലീത്തൽ. മരണ കാരണം ഉണ്ടാകാം. സിവിയർ ബാർബിറ്റുറേറ്റ് പോയിസണിങ് ഒക്കെ ഉണ്ടാക്കും. അത് ഞാൻ വേറെ വീഡിയോ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നാലാമത്തെ ദർ ഈസ് നോ ആന്റിഡോട്ട് ഈ മരുന്നിനെതിരായിട്ട് ഇല്ല. ഓക്കെ, പ്രത്യേകിച്ച് സ്പെസിഫിക് ആന്റിഡോട്ട് ഒന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുക ആൽക്കലൈസേഷൻ ഓഫ് സോഡിയം ബൈകാർബണേറ്റ് കൊടുത്തിട്ട് യൂറിൻ ആൽക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ബാർബിറ്റുറേറ്റ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് പറയാം. മെക്കാനിസം ഓഫ് ആക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗാബ എ റിസെപ്റ്ററിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഗാബ എ റിസെപ്റ്റർ. ഈ ഗാബ റിസെപ്റ്റേഴ്സ്, ഗാബ എ ആണ്, ബി ഉണ്ട് കേട്ടോ. നമ്മൾ ഗാബ എനെ കുറിച്ചിട്ടാണ് പറയാം. ഗാബ എ റിസെപ്റ്റർ ഒരു ലിഗൻഡ് ഗേറ്റഡ്
ലിഗൻഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റർ ആണ്. സപ്പോസ് ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക, ഒരു ന്യൂറോണിന്റെ ഒരു ഭാഗം ജസ്റ്റ് ഇതാണ് ഗാബ റിസപ്റ്റർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കതിനെ വരയ്ക്കാം. കുറച്ചും കൂടി ഇപ്പുറത്ത് മാറ്റി വരയ്ക്കുക കഴിഞ്ഞാൽ നമുക്ക് ഗാബ എ റിസപ്റ്റർ ആണ് ഞാൻ വരയ്ക്കുന്നത്. നടുവിലൊരു ചാനൽ ഉണ്ട്. ചാനൽ ഈസ് ഫോർ ക്ലോറൈഡ് പോകാനാണ്. 5 ഇതളുകളുണ്ട്. നിക്കോട്ടിനിക് റിസപ്റ്റർ പോലെ 5 എണ്ണം, 1 2 3 4 5 പ്രോട്ടീൻസ് ചേർന്നതാണ് നടുവിലൊരു അയോൺ ചാനലുള്ള ലിഗൻഗേറ്റഡ് അയോൺ ചാനലാണ്. നിക്കോട്ടിനിക് ആണെങ്കിൽ സോഡിയം ആണ് അകത്ത് വരുന്നത്. ഇത് ക്ലോറിനാണ്. ക്ലോറിൻ നമുക്കറിയാം നെഗറ്റീവ് ചാർജ്. ഇപ്പൊ എന്താ ചെയ്യുക, സാധാരണ രീതിയിൽ ഗാബ എന്ന് പറയുന്ന കെമിക്കൽ, ഇത് ഗാബയാണെന്ന് വിചാരിക്കുക. ഗാബ ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നു, 2 സ്ഥലമുണ്ട്. ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഈ ചാനൽ തുറക്കുകയും ക്ലോറിൻ അടുത്ത് കയറി. ഇപ്പൊ ഇത് സെല്ലാണെങ്കിൽ സെല്ലിനകത്തേക്ക് ക്ലോറിൻ കൂടുതൽ. ക്ലോറിൻ കയറുമ്പോൾ സെല്ലിനകം നെഗറ്റീവ് ആകും. നെഗറ്റീവ് ആകുന്നതിനെ നമ്മൾ ഹൈപ്പർ പോളറൈസേഷൻ എന്നാണ് പറയുക. ഹൈപ്പർ പോളറൈസേഷൻ ആയി കഴിഞ്ഞാൽ സെൽ വിൽ ബിക്കം ഡിപ്രസ്ഡ് ആകും, ഉറങ്ങിപ്പോകും. സാധാരണ സെല്ലൊന്നും വർക്കും നടക്കില്ല. ഓക്കെ, സോ ഇതാണ് സാധാരണ ഗാബ ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ മരുന്നുകൾ ഗാബ റിസപ്റ്ററിൽ വന്നൊട്ടിച്ചേരും. സോ ഇങ്ങനെ വരയ്ക്കുകയാണ് ഗാബ റിസപ്റ്റർ. ഇനി ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 5 ഇതളുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, 1 2 3 4 5 ഇതളുകൾ. ഓക്കെ, ഈ 5 ഇതളുകളിൽ ഇത് ആൽഫ 1 ആണ്, ഇത് ആൽഫ 1 ആണ്, ഇത് ബീറ്റ 2 ആണ്, ഇത് ബീറ്റ 2 ആണ്, ഇത് ഗാമയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഈ 5 പ്രോട്ടീൻസ് ആണ്. സോ ഇതാണ് ക്ലോറൈഡ് ചാനൽ. ഗാബ ഇവിടെ വന്നാണ് ഒട്ടിച്ചേരുക. സോ ഇത് വന്നൊട്ടിച്ചേരുന്നത് ആൽഫ 1നും ബീറ്റ 2നും ഇടയിലാണ്. ഇത് ആൽഫ 1 ബീറ്റ 2 ഇടയിലാണ്, ഇത് ആൽഫ 1 ബീറ്റ 2 ഇടയിൽ. സോ ഇവിടെയാണോ നമ്മുടെ ആര് വന്ന് ഒട്ടിച്ചേരുക, നമ്മളുടെ ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന മരുന്ന്. ബാർബിറ്റുറേറ്റ്സ് വന്ന് ഒട്ടിച്ചേരുക. ഒട്ടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും, ഗാബയെ പോലെ തന്നെ പെരുമാറും. ഗാബ എന്താ ചെയ്യുക, ഗാബ ക്ലോറൈഡ് അയോൺ ചാനൽ തുറക്കും, ഇതും ക്ലോറൈഡ് അയോൺ ചാനൽ തുറക്കും. സോ ദീസ് ഡ്രഗ്സ് ആർ ഗാബ മിമെറ്റിക് ആണ്. ഗാബ എഴുതുമ്പോൾ ഗാബ എ എന്നുള്ള കാര്യം പ്രത്യേകം എഴുതണേ, അതാണ് ലിഗൻഗേറ്റഡ് അയോൺ ചാനൽ. സോ ദിസ് ഡ്രഗ് ഈസ് ഗാബ മിമെറ്റിക് ആണ്. ഗാബ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ചെയ്യുക. എന്താണ് ചെയ്യുക, ഇറ്റ് വിൽ പ്രൊലോങ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഓപ്പണിംഗ് ഓഫ് ക്ലോറൈഡ് ചാനൽ. ക്ലോറൈഡ് ചാനൽ തുറക്കുന്നതിന്റെ ക്ലോറൈഡ് ചാനൽ ഡ്യൂറേഷൻ വർദ്ധിക്കും. കൂടുതൽ നേരം ക്ലോറൈഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്ലോറൈഡിനെത്തും. കൂടുതൽ ക്ലോറിനെത്താന്ന് വെച്ചാൽ സെൽസ് വിൽ ബിക്കം മോർ ഹൈപ്പർ പോളറൈസ്ഡ് ആകും. അപ്പൊ സെൽസ് വേഗം ഉറങ്ങി. ഇതാണ്. സോ കൂടുതൽ ഡോസിൽ ഇവയ്ക്ക് നേരിട്ട് ഈ ക്ലോറൈഡ് ചാനൽ തുറക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ വീണ്ടും ഹൈ ഡോസ് കൊടുത്താണെങ്കിലോ, ഹൈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഗാബ എ എന്നുള്ളൊക്കെ വിട്ടിട്ട് മറ്റ് ചാനലുകളെല്ലാം സോഡിയം ചാനൽ, പൊട്ടാസ്യം ചാനൽ, കാൽഷ്യം ചാനൽ, ദെൻ ഗ്ലൂട്ടമേറ്റിന്റെ ആക്ഷൻ എല്ലാം തടയും. ദേ വിൽ ബിക്കം നോൺ സ്പെസിഫിക് ആകും. സോ സാധാരണ നമ്മൾ തെറാപ്യൂട്ടിക് ഡോസിൽ സ്പെസിഫിക് ആണ്, പക്ഷെ ഹയർ ഡോസിൽ ഇറ്റ് വിൽ ബിക്കം നോൺ സ്പെസിഫിക് ആണ്. ആൻഡ് ദിസ് ക്യാൻ കോസ് റെസ്പിറേറ്ററി, ഇത് അപകടമാണ്. ആൻഡ് ദിസ് ക്യാൻ കോസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഈ റെസ്പിറേറ്ററി ഡിപ്രഷനൊക്കെ പോലെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വി ആർ നോട്ട് പ്രിഫറിംഗ് ദിസ്. ഈ മരുന്ന് ഇപ്പൊ പ്രിഫർ ചെയ്യാത്ത അതാണ്. സോ ദിസ് ഈസ് ദ മെക്കാനിസം. ഇനി നമുക്ക് ഇവിടെ യൂസസ് പറയാം. യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് ആർ സെഡേറ്റീവ് ഹിപ്നോട്ടിക് വിഭാഗത്തിലാണ് നമ്മൾ പഠിക്കുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇൻസോംനിയയ്ക്ക് ഉപയോഗിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ഡ്രഗ്സ് ആർ നോട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഇൻസോംനിയയിൽ നമ്മൾ ഉപയോഗിക്കുക ടിപ്പിക്കൽ ബെൻസോഡൈസെപ്പിൻസോ അല്ലെങ്കിൽ സി ഡ്രഗ്സോ അല്ലെങ്കിൽ മെലാറ്റോണിൻ പോലെയുള്ള ഡ്രഗുകളാണ് നമ്മൾ ഇൻസോംനിയയിൽ ഉപയോഗിക്കുക. ഇൻസോംനിയയിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റില്ലാത്തതിന് കാരണം അല്ലെങ്കിൽ പ്രിഫർ ചെയ്യാത്തതിന് കാരണം, പറ്റും ഉപയോഗിക്കാൻ പക്ഷെ പ്രിഫർ ചെയ്യുന്നില്ല, ബിക്കോസ് ദിസ് ക്യാൻ ഡിസ്റ്റോർട്ട് നോർമൽ സ്ലീപ്പ് പാറ്റേൺ. നോർമൽ സ്ലീപ്പ് പാറ്റേൺ ഇത് ഡിസ്റ്റോർട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ സ്ലീപ്പ് എന്താണ്, സ്ലീപ്പിന്റെ ഫേസസ്, സൈക്കിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ ആ ഫേസ് സൈക്കിൾ പഠിച്ചപ്പോൾ NREM സ്ലീപ്പ് പറഞ്ഞു, REM സ്ലീപ്പ് ഒക്കെ പറഞ്ഞതാണ്. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. സോ ഇവിടെ NREM സ്ലീപ്പ് ഉണ്ട്. NREM സ്ലീപ്പ് 3യിലും REM സ്ലീപ്പിലും ചിലവിടുന്ന സമയം കുറയ്ക്കും. ഈ സമയം ഇത് ഡിക്രീസ് ചെയ്യും. സോ ഈ സമയത്ത് ഉറങ്ങുന്നതാണ് ഏറ്റവും റിഫ്രഷിംഗ് സ്ലീപ്പ്. ബെസ്റ്റ് സ്ലീപ്പ് എന്ന് വെച്ചാൽ NREM 3യും REM സ്ലീപ്പാണ്. പക്ഷെ ഇവിടെ NREM 2യിലാണ് ഇത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഇൻക്രീസ് സ്ലീപ്പ് ഇൻ NREM 2. ഇതത്ര റിഫ്രഷിംഗ് അല്ല. റിഫ്രഷിംഗ് സ്ലീപ്പ് അല്ല, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കാം. സോ അൺകംഫർട്ടബിൾ സ്ലീപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ നമുക്ക് ഫ്രീക്വന്റ് അവേക്കനസ് എന്നാണ് നമ്മൾ പറയുക. സോ അതുകൊണ്ട് തന്നെ ശരിയായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഉറങ്ങുന്നുണ്ട് പക്ഷെ ശരിയായിട്ട് ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഹാങ് ഓവർ ഉണ്ടാകും. ഉറക്കമുണർന്ന് പകൽ കൂടുതൽ നേരം ഉറക്കും. സോ പകൽ നേരം, അപ്പോൾ നമ്മൾ അതിനെ റീബൗണ്ട് ഇൻസോംനിയ എന്നാണ് പറയുക. സോ റീബൗണ്ട് ഇൻസോംനിയ ഉണ്ടാക്കും ഈ മരുന്ന്. പകൽ കൂടുതൽ നേരം ഉറങ്ങിക്കൊണ്ടിരിക്കും. ഇത് പലരിലും പ്രശ്നമാണ്. പിള്ളേരൊക്കെ ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ പകല് കൂടുതലൊന്നും പോകാൻ പറ്റില്ല, കിടന്നുറക്കമായിരിക്കും. സോ ജോലിക്ക് പോകാനും പഠിക്കാനൊന്നും ശരിയായി
കഴിയില്ല. അതുകൊണ്ട് തന്നെ ദീസ് ഡ്രഗ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഇൻസോംനിയ ആൻഡ് ഓൾസോ ഇൻ അതർ കണ്ടീഷൻ, ബിക്കോസ് അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുക. സോ എപ്പിലെപ്സിയിൽ ഉപയോഗിച്ചാലും ഇതേ പ്രശ്നം അവർക്ക് അനുഭവപ്പെടും. രണ്ടാമത്തെ യൂസ് തയോപെൻഡോണിനെ കുറിച്ചിട്ടാണ്. തയോപെൻഡോണിനെ കുറിച്ചിട്ട് മാത്രമാണ് ഈ പറയുന്നത്. തയോപെൻഡോൺ സോഡിയം അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. 3 to 5 മിനിറ്റിനകം വർക്ക് ചെയ്യും. സോ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ IV ജനറൽ അനസ്തെറ്റിക് ആയിട്ടാണ്, ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക് ആയിട്ട് കൊടുക്കുന്ന മരുന്നാണ് ഇത്. ഓക്കെ, അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക, അല്ല തുടർച്ചയായിട്ട് ഇതിനകത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്മോൾ പ്രൊസീജിയർ ഒക്കെ ചെയ്യാനായിട്ടും ഇത് മതി, കുറച്ച് 30 മിനിറ്റിൽ താഴെയുള്ള പ്രൊസീജിയറിനൊക്കെ ഇത്. ദെൻ രണ്ടാമത്തെ ആക്ഷൻ ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ ഉണ്ട്, ആന്റി എപ്പിലെപ്റ്റിക് എഫക്റ്റ് ഉണ്ട് ഇൻ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ആ കണ്ടീഷൻ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറേ നേരം തുടർച്ചയായിട്ടുള്ള എപ്പിലെപ്സി ഉള്ള കണ്ടീഷൻസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്ററേറ്റ്സ് മൊത്തത്തിൽ നമ്മൾ ഷോർട്ട് ആക്ടിംഗ് മാത്രം നമ്മൾ പറഞ്ഞു, ഹെക്സോ, പെൻഡോ അങ്ങനെയൊക്കെയുള്ള ബാർബിറ്റോൺ നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ഓപ്പറേറ്റീവ് സെഡേറ്റീവ് ഡ്രഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയാൽ മതി ടു കാം ദ പേഷ്യന്റ്. ഇത് ആണ് ഇൻസോംനിയ ആൻഡ് തയോപെൻഡോണിന്റെ യൂസ് ആൻഡ് ഓൾസോ ദി ഷോർട്ട് ആക്ടിങ്ങിന്റെ യൂസ്. തയോപെൻഡോൺ സോഡിയം അല്ലാതെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഞാൻ പറഞ്ഞു ഫിനോബാർബിറ്റോൺ എന്ന് പറയുന്ന മരുന്നാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. അത് ലോങ് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞു, 6 to 12 മണിക്കൂർ വരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഗുളികയായിട്ട് അവൈലബിൾ ആണ്, ഇഞ്ചക്ഷൻ ആയിട്ട് അവൈലബിൾ ആണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എപ്പിലെപ്സിയിലാണ് ഈ മരുന്ന് പ്രധാനമായിട്ടും ഉപയോഗിക്കും. ഓക്കെ, ദെൻ പ്രിമിഡോൺ ഞാൻ പറഞ്ഞു, ബാർബിറ്റുറേറ്റ് ഫിനോബാർബിറ്റോൺ ആയിട്ട് കൺവേർട്ട്. സോ എപ്പിലെപ്സിയിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഉറക്കം ഒരു പ്രശ്നമാണ്, ഉറക്കം ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് വളരെ കുറവാണ്, ചീപ്പാണ്, വില വളരെ കുറവാണ്. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഈ ഗുളിക 30 മില്ലിഗ്രാമിന്റെയും 60 മില്ലിഗ്രാമിന്റെയും ഒക്കെ ഗാർഡിനാൽ ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഇത് ഇപ്പോഴും എപ്പിലെപ്സിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്പർ 1 ഡ്രഗ് ആയിട്ട്, ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ നിയോനേറ്റൽ സീഷേഴ്സ്. നിയോനേറ്റൽ സീഷേഴ്സിൽ ദിസ് ഈസ് ദ നമ്പർ 1 ഡ്രഗ്. ഫിനോബാർബിറ്റോൺ is the drug of choice in neonatal because it is safe in neonate. Then we can also use in GTCS-ലും ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാം. സോ ഇതാണ് പ്രധാനപ്പെട്ട എപ്പിലെപ്സിയിലുള്ള പ്രധാനപ്പെട്ട യൂസ് ആൻഡ് ദിസ് ഡ്രഗ് ഈസ് ഫിനോബാർബിറ്റോൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ രണ്ടാമത്തെ ഒരു ഉപയോഗം സം ടൈപ്സ് ഓഫ് നിയോനേറ്റൽ ജോണ്ടിസ്. കൊച്ചുകുട്ടികൾ, അതും നിയോനേറ്റ്സിൽ തന്നെയാണ്. നിയോനേറ്റൽ ജോണ്ടിസ്, 2 തരം ജോണ്ടിസ് നമുക്ക് പ്രധാനമായിട്ട് പറയാം. ഒന്ന് ക്രിഗ്ലർ നജ്ജാർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അതിലുപയോഗിക്കാം. ടൈപ്പ് 2ലാണ്, ടൈപ്പ് 2. ദെൻ രണ്ടാമത്തെ ഉപയോഗം ഗിൽബേർട്ട് സിൻഡ്രോം ആണ്, ഗിൽബേർട്ട് സിൻഡ്രോം. ഈ 2 സിൻഡ്രോമിലും പ്രശ്നം ഉണ്ടാകുന്നത് സംതിങ് റിലേറ്റഡ് ടു ബിലിറൂബിനുമായിട്ടുള്ള പ്രശ്നം. സോ ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം കുട്ടികളിൽ ബ്രെയിനിൽ ബിലിറൂബിൻ അധികം എത്തുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മളുടെ മനുഷ്യരിലൊന്നും വലിയ ആൾക്കാരിലൊന്നും ബ്രെയിനിൽ ബിലിറൂബിൻ കടക്കില്ല, ബ്ലഡ് ബ്രെയിൻ ബാരിയർ സ്ട്രോങ് ആണ്. പക്ഷെ ബിലിറൂബിൻ വാട്ടർ സോലുബിൾ ആക്കുന്നത്, ഈ ബിലിറൂബിനെ വാട്ടർ സോലുബിൾ ആക്കുന്നത് ഗ്ലൂക്കറോണൈഡ് കോഞ്ചുഗേഷൻ വഴിയാണ്. ലിവറിൽ വെച്ചിട്ട് ഗ്ലൂക്കറോണൈഡ് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് വാട്ടർ സോലുബിൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് സാധാരണ നടക്കുക. ഇതിന് വേണ്ട ഒരു എൻസൈമാണ് UDPGT എന്ന് പറയുന്ന എൻസൈം. സോ ബാർബിറ്റുറേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാർബിറ്റുറേറ്റ്സ് ക്യാൻ ഇൻഡ്യൂസ് ദിസ് UDPGT. അപ്പോൾ കൂടുതൽ UDPGT ഉണ്ടാകുന്നതിന്റെ അർത്ഥം കൂടുതൽ ഗ്ലൂക്കറോണൈഡ് ഉണ്ടാവുക ആൻഡ് ദിസ് ബിലിറൂബിനെ കൂടുതൽ കോഞ്ചുഗേറ്റ് ചെയ്യുക. അപ്പോൾ ദിസ് ബിലിറൂബിൻ ഗെറ്റ് എലിമിനേറ്റ്. അങ്ങനെ ബിലിറൂബിൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിയോനേറ്റൽ ജോണ്ടിസ് കുറയും. സോ ദിസ് ഇസ് വൺ എഫക്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം നിയോനേറ്റ്സിൽ സൾഫോണമൈഡ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദെൻ കെർണിക്ടറസ്, അല്ലെങ്കിൽ അതല്ലാതെ ഉണ്ടാകാം ബിലിറൂബിൻ എൻസെഫലോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻസിലും നമുക്ക് ഫിനോബാർബിറ്റോൺ വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ രണ്ടായാലും നമുക്ക് ഉപയോഗിക്കാവുന്നത് ബിലിറൂബിൻ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്ന ആക്ടിവിറ്റി ആണ് ഇവിടെ എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ബിലിറൂബിനെ നമ്മൾ ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് കളയും. ഈ കെർണിക്ടറസ് ഞാൻ പറഞ്ഞു, കെർണിക്ടറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ആണ്. കെർണിക്ടറസ് വന്നു കഴിഞ്ഞാൽ നടത്താനുള്ള പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ്. പക്ഷേ വി ക്യാൻ ട്രൈ ഫിനോബാർബിറ്റോൺ. ഇനി മെത്തോഹെക്സിറ്റോൺ എന്ന മരുന്ന് നമ്മൾ സീഷേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. മെത്തോഹെക്സിറ്റോൺ സീഷേഴ്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം ഓർ ഡിക്രീസ് ദ സീഷേഴ്സ് ത്രെഷോൾഡ്. സോ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ECT-ലാണ്. ECT ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യും. ഇനി ബാർബിറ്റുറേറ്റ്സിന് കുറച്ച് ആക്ഷൻ ഇല്ല. ആ ആക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞേക്കാം. പ്രധാനപ്പെട്ട ആക്ഷൻ ഒന്ന്, ആങ്സിയോലിറ്റിക് ആക്ഷൻ ഇല്ല ഈ മരുന്നുകൾക്ക്. ബെൻസോഡൈസപ്പിൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മസിൽ റിലാക്സന്റ് ആക്ഷൻ ഈ മരുന്നുകൾക്ക് ഇല്ല. ആന്റി ഡിപ്രസന്റ് ആക്ഷൻ ഈ മരുന്നുകൾക്ക് ഇല്ല. ഈ മരുന്ന് ഇപ്പോൾ ഉറക്കം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് വേദന സമയത്ത് ഉറക്കം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഉറക്കം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹൈപ്പർ ആൽജസിയ ഉണ്ടാക്കും. ഹൈപ്പർ ആൽജസിയ വേദന
വേദന കൂടുതലായിട്ടായിരിക്കും അനുഭവപ്പെടുക. സോ അതുകൊണ്ട് ഇത് വേദന ഉള്ളപ്പോൾ ഉറക്കം ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. സോ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു. ഇനി ഫൈനലി നമുക്കപ്പോൾ പറയാനുള്ളത് സൈഡ് എഫക്ട്സ് ഓർ അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അഡ്വേഴ്സ് എഫക്ട് പറയുമ്പോൾ ഒന്ന് ഉറക്കമാണല്ലേ, ഡ്രൗസിനെസ് എന്ന് നമുക്ക് എഴുതാം. ഡ്രൗസിനെസ് രാവിലെ എഴുന്നേറ്റ് ഡ്രൗസിനെസ് ആണെങ്കിൽ വീഴാം, ഫോൾ, പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വീഴാം. ദെൻ സ്ലീപ്പ് ഒരു പ്രശ്നം തന്നെയാണ്, ഉറക്കം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു. ആൻഡ് ദിസ് ക്യാൻ കോസ് റീബൗണ്ട് സ്ലീപ്പ്, പകലും കൂടുതലായിട്ട് ഉറക്കം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ദെൻ അനദർ പ്രോബ്ലം ഈസ് ഡ്രഗ് ഓട്ടോമാറ്റിസിറ്റി. ഡ്രഗ് ഓട്ടോമാറ്റിസിറ്റി എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച കാര്യം മറന്നു പോകും, മരുന്ന് കഴിച്ച് മറന്നുപോയിട്ട് വീണ്ടും പോയിട്ട് മരുന്ന് കഴിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ടോക്സിറ്റി ഒക്കെ ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ ഡ്രഗ് ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയും. മൂന്നാമത്തത് മെമ്മറി ലോസ്. മെമ്മറി ലോസ് പറയുമ്പോൾ തന്നെ ഡ്രഗ് ഓട്ടോമാറ്റിസിറ്റിക്ക് മെമ്മറി ലോസ് ഒരു കാരണം കൂടിയാണ്. എസ്പെഷ്യലി ഇൻ എൽഡർലി ഓർ ഓൾഡർ പീപ്പിളിൽ ഇത് കൂടുതൽ ഉണ്ടാക്കാം. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, അബ്യൂസ് പൊട്ടൻഷ്യൽ ഈ മരുന്നുകൾക്ക് വളരെയധികം കൂടുതലാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ സ്യൂസൈഡൽ അറ്റംപ്റ്റ്സ് ഇതുകൊണ്ട് നടത്തിയേക്കാം, അല്ലെങ്കിൽ ഹോമിസൈഡൽ, ആരെങ്കിലും കൊല്ലണം എന്ന് തോന്നിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഈ മരുന്ന് കൊടുത്തേക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഈ മരുന്നുകൾക്ക് ഞാൻ പ്രത്യേകം പറയാൻ കാരണം കാർഡിയോവാസ്കുലാർ എഫക്ട്സ്, സൈഡ് എഫക്ട്സ് ഉണ്ട്. ബെൻസോഡൈസെപ്പിൻസിന് അതില്ല, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇവിടെ പറഞ്ഞത്. ദെൻ ദീസ് ഡ്രഗ്സ് 5-6 റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കാം. സോ റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണ് മരണം ഉണ്ടാക്കുക. സോ ഡെത്തിന് കാരണം റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണ്. ദെൻ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പോർഫൈറിയ. പോർഫൈറിയ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഒന്നും, അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ ഒരു എക്സാമ്പിൾ ആണ്. സോ പോർഫൈറിയയിൽ എന്താ പ്രശ്നം വെച്ചാൽ ഹീം സിന്തസിസിന് വേണ്ട എൻസൈം ഡെഫിഷ്യന്റ് ആണ്. സോ ആ രോഗമാണ് പോർഫൈറിയ എന്ന് പറയുന്നത്. സോ പോർഫൈറിയയിൽ ഇത് മാത്രമല്ല, ഏത് തരം എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഒരു മരുന്നും നമുക്ക് പോർഫൈറിയ ഡിസീസിൽ കൊടുക്കാൻ പാടില്ല. സോ ബാർബിച്ചറേറ്റ്സ് നമുക്ക് കൊടുക്കാൻ പാടില്ല. എട്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ പാരാഡോക്സിക് എഫക്റ്റ് ആണ്, പ്രത്യേകിച്ച് ചിൽഡ്രൻ, കുട്ടികളിൽ ഇത് നമ്മൾ സെഡേറ്റീവ് ആണ്, ഹിപ്നോട്ടിക് ആണെന്നൊക്കെ പറയും. പക്ഷെ കുട്ടികളിൽ നേരെ ഓപ്പോസിറ്റ് സീഷേഴ്സും എക്സൈറ്റബിലിറ്റി ഒക്കെ ഉണ്ടാക്കാം. എക്സൈറ്റബിലിറ്റി ഓർ ഹൈപ്പർ കൈനേഷ്യ കൂടുതൽ, അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഓപ്പോസിറ്റ് എഫക്ട് നമ്മൾ പാരാഡോക്സിക് എഫക്ട് എന്നാണ് പറയാം. സോ ഇത് റയർ ആണ്, വളരെ അപൂർവമാണ്, പക്ഷെ ഇത് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ അഡ്വേഴ്സ് എഫക്ട്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിനോബാർബിറ്റോൺ, തയോപെൻഡാൽ സോഡിയം ഉൾപ്പെടുന്ന ബാർബിച്ചറേറ്റ്സ് ഗ്രൂപ്പിനെ പറ്റി പറയാം. സോ താങ്ക് യു ഫോർ ലിസണിങ്.